നമ്മളൊന്ന് പരിചയപ്പെട്ടത് DM3 എന്ന് പറഞ്ഞൊരു കൺസോളാണ്. ഇതിൽ തന്നെ DM7 എന്ന് പറഞ്ഞ കൺസോളുണ്ട്, കൂടുതൽ ഇൻപുട്സും ഔട്ട്പുട്ട് ഫെസിലിറ്റീസും ആയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ട്രസ്റ്റ് ചെയ്യുന്ന യമഹ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ്. യമഹ കൺസോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് യൂസർ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. ഞാൻ വളരെ വലിയൊരു ഫാനാണ്. യമഹയുടെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ പ്രീ ആംപ്ലിഫയർ അത് നമുക്കൊരു ഹൈ ക്വാളിറ്റി തരും. ബേസിക് കൺസോളായിട്ടുള്ള യമഹയുടെ MG സീരീസ് ആണെങ്കിലും ഇപ്പം കുറച്ചുകൂടി നല്ലതായിട്ടുള്ള MGP ആണെങ്കിലും പിന്നെ ഇപ്പം നമുക്കറിയാം TF സീരീസ് ഉണ്ട്, ഒരുപാട് സീരീസ് യമഹ കൺസോളിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എവിടെയാണെങ്കിലും നമുക്ക് സെയിം ഒരു സെറ്റപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പുതിയൊരു കൺസോളാണ് DM സീരീസ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ യമഹയുടെ DM3 എന്ന് പറഞ്ഞൊരു കൺസോളാണ് ഇവർ കാണുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട് ഈ പ്രൊഡക്റ്റ്. ഒന്ന് സ്റ്റാൻഡേർഡ് വേർഷനും പിന്നെ ഒന്ന് ഡാൻഡ ഇൻക്ലൂഡ് ആയിട്ടുള്ള വേർഷനും. രണ്ടിലും പ്രൈസ് വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്നത്തെ ഫോക്കസ് ഇതിൽ എന്താണ് ഒരു എന്താ പറയുക, ഇതിൻ്റെ നാവിഗേഷൻ എങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് കാണാം ഇവിടെ. നമുക്ക് ഇൻപുട്ട് 1 to 8, ഇതൊരു 16 ചാനൽ മിക്സറാണ് കേട്ടോ. ഇൻപുട്ട് 1 to 8 നമുക്കിവിടെ കിട്ടി. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ഫുള്ളി ടച്ച് ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ EQ ചെയ്യാനാണെങ്കിൽ നമുക്ക് ടച്ച് വഴി ചെയ്യാം, അല്ലെങ്കിൽ ടച്ച് ആൻഡ് ടേൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡൈനാമിക്സ് ഉണ്ട്, Dynamics 1, Dynamics 2. ഒന്ന് ഗേറ്റ് ആണ്. അപ്പോൾ ഗേറ്റിന് ഇതുപോലെ തന്നെ ടച്ച് ആൻഡ് ടേൺ ആണ്, അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫുൾ കൺട്രോൾസ് ചെയ്യാം. പ്രോപ്പറായിട്ട് പഠിക്കണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ കംപ്രസർ, ഒരു വോളിയം കൺട്രോൾ നല്ല രീതിയിലൊക്കെ കംപ്രസ് ചെയ്ത് നമ്മൾ ഓഡിയോ കേൾക്കാൻ ഭയങ്കര ഭംഗിയാണ്. ബേസിക്കലി നമുക്കൊരു EQ-യും കംപ്രസറും ഗേറ്റും ഉണ്ടെങ്കിൽ ഏതൊരു സൗണ്ടിങ് ബെറ്റർ ആക്കി എടുക്കാം. പിന്നെ ഇൻപുട്ട് ഞാൻ പറഞ്ഞ പോലെ 16 ഇൻപുട്സ് ഉണ്ട്. പിന്നെ എഫക്ട്സ് നമുക്ക് ഇതിൽ 2 എഫക്ട്സ് ആണ്. ഇത് നോക്കി കഴിഞ്ഞാൽ എഫക്ട്സ് സെൻഡും എഫക്ട്സ് റിട്ടേണും ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഔട്ട്പുട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 6 മിക്സ് ബസ് ആണുള്ളത്, അതായത് 6 ഓക്സ് നമുക്ക് ഇതിൽ കിട്ടും. ഇതിലെല്ലാം തന്നെ ഗ്രാഫിക് EQ ഇവിടെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്, പിന്നെ പാരാമെട്രിക് EQ ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെ ആയിരുന്നു വെച്ചാൽ ഗ്രാഫിക് EQ വെച്ച് നമ്മൾ ഒരു ഫീഡ്ബാക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. പാരാമെട്രിക് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കട്ട് ചെയ്യാൻ, ഇതിൽ ടോൺ ചെയ്തെടുക്കാൻ. നമുക്കൊരു ഭംഗിയിൽ ഹൈ കൂട്ടണം, കാരണം ഒരുപാട് ക്യാൻസലേഷൻസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ മാസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെ ഒരു ബസ് പ്രോസസ് ചെയ്യുന്ന പോലെ തന്നെ മാസ്റ്ററിലുണ്ട് ഗ്രാഫിക് EQ, അതുപോലെ ഒരു കംപ്രസർ നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ഏറ്റവും ഒരു അടിപൊളി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്. പാച്ചിങ് ഒക്കെ വളരെ ഈസിയാണ്. നമ്മളിത് ഇവിടെ പാച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചാനൽ 1 ഞാൻ കണക്ട് ചെയ്തു, വർക്ക് ചെയ്യാൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഈ ചാനൽ 1ൻ്റെ സെയിം പ്രോസസ്സിങ് തന്നെ ഒരു 5ാമത്തെ ചാനൽ കണക്ട് ചെയ്ത് മൈക്കിൽ വേണമെങ്കിൽ ചാനൽ 1 സെലക്ട് ചെയ്യുക. ഇപ്പം ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ ഇന്നിൽ 1 ഇൻ തന്നെ ആയിരിക്കും ബാക്കിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ചാനൽ 5 നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കൂ, ചാനൽ 1ൽ ഇൻപുട്ട് 5 നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചാനൽ ലിങ്ക് ചെയ്യാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇതിൽ വളരെ ഈസിയാണ്. ഈ ഒരു സെയിം നാവിഗേഷൻ തന്നെയാണ് ഏതൊരു പ്രൊഫഷണൽ കൺസോളും നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇതിലൊരു അടിപൊളി സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ടിലും ഉണ്ട് ഓട്ടോ മിക്സർ ഉണ്ട്. ഒരു 8 ചാനലാണ് ഓട്ടോ മിക്സർ. ഇതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 8 ചാനലിൽ ആരാണോ സംസാരിക്കുന്നത് അതിൻ്റെ വോളിയം ഓട്ടോമാറ്റിക്കലി കൂടും, മറ്റുള്ളവരുടെ വോളിയം കുറയും. പ്രയോറിറ്റി ചെയ്യാം, ബേസിക് എഡിറ്റ്സ് ഒക്കെ ചെയ്യാം. ഇത് കുറച്ച് നാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് പല കമ്പനികളും. യമഹയിൽ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ ഓട്ടോ മിക്സർ നമുക്ക് ഇവർ തന്നിട്ടുണ്ട്.